ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. പ്രതിദിനം 1,00,000-ലേറെ ഭക്തരാണ് മല കയറുന്നത്. ഇന്നലെ മാത്രം 91,333 പേർ ദർശനം നടത്തി. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നട തുറന്ന ശേഷം 8.5 ലക്ഷത്തിലേറെ ഭക്തർ അയ്യനെ കണ്ട് തൊഴുതു മടങ്ങി. ശിവദാസ് കന്മനത്തിന്റെ റിപ്പോർട്ട്. ശബരിമലയിൽ പതിവ് പോലെ ഇപ്പോഴും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. പമ്പ മുതൽ ഇങ്ങോട്ട് സന്നിധാനം വരെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. പമ്പയിൽ നിന്നും നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മരക്കൂട്ടം മുതലാണ് ഇപ്പോൾ വലിയ നീണ്ട ഒരു ക്യൂ ഉള്ളത്. ശബരിപീഠം മുതൽ അത്തരത്തിലുള്ള ക്യൂ ഉണ്ട്. നിയന്ത്രണത്തോടെയുള്ള ക്യൂ ആണ്. സന്നിധാനത്ത് വലിയ നീണ്ട ഒരു നിര തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മണിക്കൂറുകളോളം ക്യൂ നിന്ന് വേണം ഭക്തർക്ക് ഇപ്പോഴും സന്നിധാനത്തേക്ക് എത്താൻ. കാരണം കൃത്യമായി ഇവിടെ നിന്നും കടത്തിവിടാത്തത് കൊണ്ട് ഇവിടെ നിന്നും മരക്കൂട്ടം മുതൽ ആണ് ക്യൂ ആയിട്ട് ഉള്ളതെങ്കിൽ പോലും അവിടെ നിന്നും കൃത്യമായി കടത്തിവിടാത്തത് കൊണ്ട് തന്നെ പമ്പയിൽ വലിയൊരു ഭക്തജന തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. എരുമേൽ മുതൽ ഇങ്ങോട്ട് ഇതുതന്നെയാണ് അവസ്ഥ. വലിയൊരു ബുദ്ധിമുട്ടുകൾ ഇവിടേക്ക് എത്തുന്ന ഭക്തർ അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും എല്ലാം തന്നെ ഭക്തർക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്, അവർ അനുഭവിക്കുന്നുണ്ട്. ഏകദേശം പ്രതിദിനം ഇപ്പോൾ 1,00,000-ഓളം ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 30-ന് നട തുറന്ന ശേഷം പ്രതിദിനം 1,00,000-ഓളം ഭക്തർ, ചില ദിവസങ്ങളിൽ അതിൽ കൂടുതൽ ഉണ്ട്, ഇങ്ങനെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഓരോ ദിവസവും ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും അത് നിയന്ത്രിക്കാനുള്ള കൃത്യമായ ഒരു നടപടികളൊന്നും തന്നെ ഇവിടെ ഇല്ല. പലപ്പോഴും ഈ നിയന്ത്രണങ്ങൾ പാളുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് തന്നെ ഭക്തർ അനുഭവിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് കൊച്ചയ്യപ്പന്മാരും ശാരീരിക വൈകല്യമുള്ള സ്വാമിമാർ അടക്കമുള്ളവർ ഉണ്ട്, മാളികപ്പുറം ഉണ്ട്. ഇവരൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കുറേ സമയം, അതായത് മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ടി വരുമ്പോൾ കൂട്ടം കൂടിയുള്ള ഒരു ക്യൂ ആണ്. പലപ്പോഴും ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അടക്കം ഉണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ളം, അതോടൊപ്പം തന്നെ മറ്റു ലഘുഭക്ഷണങ്ങളോ ഒക്കെ നൽകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ പലയിടങ്ങളിലും ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ് പരാതി. ഇപ്പോഴും ഇനിയും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ജനുവരി 14-നാണ് മകരവിളക്ക്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളോടനുബന്ധിച്ച് കൂടുതൽ തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ.